വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവരെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എവിടെയെങ്കിലും ഒരു ദുരന്തം നടക്കുമ്പോൾ, ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുമ്പോൾ, ഒരപകടം വരികയാണ്, കുറേ ആളുകളതാ ദാരുണമായി കൊല്ലപ്പെടുകയാണ്, ഒരു മാരകമായ രോഗം വരികയാണ്, പ്രയാസം വരികയാണ്. ആ സമയത്ത് വിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യമാണ്. പലപ്പോഴും ഇന്ന് വർത്തമാനകാല ലോകത്ത് സോഷ്യൽ മീഡിയകളിൽ ഒരു പ്രയാസത്തിൻ്റെ, ഒരു ദുരന്തത്തിൻ്റെ വീഡിയോ വരുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ചോദ്യമാണ്, നിങ്ങളുടെ രക്ഷിതാവ് കാരുണ്യവാനല്ലേ? നിങ്ങളുടെ അള്ളാഹു കാരുണ്യവാനല്ലേ? അടിമകളോട് സ്നേഹമുള്ളവനല്ലേ? പിന്നെ എങ്ങനെയാണ് ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ മരണങ്ങൾ നടക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ ദാരുണമായ അപകടങ്ങൾ നടക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാരകമായ പ്രയാസങ്ങൾ കടന്നു വരുന്നത്? മാരകമായ രോഗങ്ങൾ എങ്ങനെയാണ് മുസ്ലിം അനുഭവിക്കേണ്ടി വരുന്നത്? ഒരു വിശ്വാസി അവൻ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ രക്ഷിതാവിന് വഴിപ്പെടുന്നുണ്ടല്ലോ, പിന്നെയും എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാരുണ്യവാനായ അല്ലാഹു വിശ്വാസികളെ പരീക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ്? മനുഷ്യരെ കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ വർത്തമാനകാല ലോകത്തൊരു ദുരന്തം സംഭവിക്കുമ്പോ, ഒരു പ്രകൃതി ദുരന്തം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, അപകടങ്ങളിൽ മരണങ്ങൾ നടക്കുമ്പോ, ആ സമയത്ത് സാധാരണയായി ഉയർന്നു കേൾക്കാറുള്ള ചോദ്യമാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പരീക്ഷണങ്ങളോ? പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ പലരുടെയും ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്, അവർ ദീനുമായി വലിയ ബന്ധമുള്ളവരാണ്, അവർ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നവരാണ്, നമസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, പള്ളിയുമായി ബന്ധമുള്ളവരാണ്, ഖുർആനുമായിട്ട് ബന്ധമുള്ളവരാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വരുമ്പോ, വേണ്ടപ്പെട്ടവരുടെ മരണമായി, നഷ്ടങ്ങളായി, രോഗങ്ങളായി എന്തെങ്കിലും ഒരു പ്രയാസം ജീവിതത്തിൽ വരുമ്പോ പിന്നീട് ദീനുമായിട്ട് അകന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പിന്നെ ജീവിതത്തിലില്ല, നമ്മൾ കാണാറുണ്ട്. നേരെ തിരിച്ചും നമ്മൾ കാണാറുണ്ട്. പരിശുദ്ധ ദീനുമായി ബന്ധമില്ലാതെ നടക്കുന്നവർ മുസ്ലിമാണ്, പക്ഷേ ദീനിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നില്ല. പള്ളിയുമായി ബന്ധമില്ല, നമസ്കാരമില്ല, നോമ്പില്ല, ഖുർആനില്ല, ഹറാമുകളുമായി മുഴുകിയുള്ള ജീവിതമാണ്, ഹറാമായ കൂട്ടുകെട്ടുകളാണ്, ഹറാമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവനാ. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വരുമ്പോ, ഒരു രോഗം കടന്നു വരുമ്പോ, മക്കൾക്കൊരു രോഗം വരുമ്പോ, ഭാര്യയ്ക്കൊരു രോഗം വരുമ്പോ, ഭർത്താവിന് മാരകമായ ക്യാൻസർ പിടിപെടുമ്പോ, പിന്നീട് അതാ ഒരു ദീനുമായിട്ടെടുക്കുകയാണ്, ഇസ്ലാമുമായി, ഇസ്ലാമിന്റെ നിയമങ്ങളുമായി, പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങളോട് അവർ ഇഴകിച്ചേരുകയാണ്. ഇങ്ങനെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അഥവാ മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉത്തരം നൽകേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിനൊരു ഘട്ടമാണ് പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ ആ സമയത്ത് വിശ്വാസിയുടെ സമീപനം എന്താവണം? ആ സമയത്ത് വിശ്വാസിയുടെ സമീപനം എന്താവണം? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്റെ തിരുവചനങ്ങളിലൂടെ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് വിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടത്, എന്തിനാണ് പരീക്ഷണങ്ങൾ, എന്തിനാണ് പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നത്, ആ പരീക്ഷണങ്ങൾ ഒരു വിശ്വാസിയുടെ സമീപനം എന്താവണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട
മനസ്സിലാക്കേണ്ടതെന്തെന്നറിയുമോ? പരീക്ഷണങ്ങളെ കുറിച്ച് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താ? നമ്മൾ കാണുന്ന ദുരന്തങ്ങളെല്ലാം, പ്രകൃതി ദുരന്തങ്ങളെല്ലാം കടന്നു വരുന്നത് എപ്പോഴാണ്? വർഷങ്ങൾ കൂടുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമാണ് ഒരു ദുരന്തം നമ്മൾ കേൾക്കുക, ഒരു ദുരന്തം സംഭവിക്കുക. പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ സുനാമി എന്ന് പറയുന്ന അതിഭീകരമായ സമുദ്രത്തിന്റെ അതിഭീകരമായ ഭീകരാന്തരീക്ഷത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴുമില്ല, നമ്മൾ പലപ്പോഴും നമ്മൾ അതൊന്നും കേൾക്കാറില്ല. ഏതെങ്കിലും ഒരു സമയത്താണ് നമ്മൾ സുനാമിയെ കുറിച്ച് കേട്ടിട്ടുള്ളത്, ഏതെങ്കിലും ഒരു സമയത്താണ് പ്രളയത്തെ കുറിച്ച് കേൾക്കാറുള്ളത്. അഥവാ എപ്പോഴും അല്ലാഹു പരീക്ഷണങ്ങളല്ല നൽകുന്നത്, സമാധാനപരമായ സന്തോഷകരമായ ജീവിതമെന്ന അനുഗ്രഹം അല്ലാഹു നൽകുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം ഒരു ദുരന്തം വരുമ്പോ, ഒരു പരീക്ഷണം കടന്നു വരുമ്പോ, ആ സമയത്ത് അല്ലാഹുവിന്റെ അതേവരെയുള്ള അനുഗ്രഹത്തെ നമ്മൾ മറക്കുകയാണ്. അല്ലാഹു നമുക്ക് നൽകുന്ന ആരോഗ്യം, ഒരു തലവേദന കടന്നു വരുമ്പോ, ആ സമയത്ത് ആ തലവേദന, ഒരു ദിവസം ഒരു തലവേദന വരികയാണ്, അതിന്റെ പേരിൽ മനുഷ്യരതാ അല്ലാഹുവിനെ പഴിക്കുകയാണ്. പക്ഷേ അവൻ അറിയുന്നില്ല, ഇത്രമേൽ സങ്കീർണമായ തലച്ചോറ് ഉൾക്കൊള്ളുന്ന തലയെ ഇത്രയും നാൾ അവനക്കൊരു വേദനയില്ല, ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരേ ഒരു ദിവസം ഒരു തലവേദന വരുമ്പോ അള്ളാന്റെ അതേവരെയുള്ള കാരുണ്യത്തെ നമ്മൾ മറക്കാൻ പാടില്ല. അതേവരെയുള്ള കാരുണ്യത്തെ നമ്മൾ മടക്കാൻ പാടില്ല. എപ്പോഴും ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, ശരീരത്തിനൊരു പ്രയാസവുമില്ല, ശരീരത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു ദിവസം പനി വരുന്നു, ഒരു ദിവസം ഒരു വേദന വരുന്നു. അതേവരെയുള്ള ആരോഗ്യകരമായ ജീവിതമെന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തിൻ്റെ വില നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹിൻ്റെ കാരുണ്യത്തെ നമ്മൾ മറക്കാൻ പാടില്ല. അഥവാ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ചില സമയത്തു മാത്രമാണ് കടന്നു വരുന്നത്. ഭൂരിഭാഗം ആളുകളുടെയും ജീവിതത്തിൽ ചില സമയങ്ങളിൽ മാത്രമാണ് പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അതേവരെയുള്ള അനുഗ്രഹത്തെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഇത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പരീക്ഷണം കടന്നു വരുമ്പോൾ അതേവരെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ വിസ്മരിക്കുന്ന നന്ദി കെട്ടവരായി നമ്മൾ മാറാൻ പാടില്ല. ഒന്നാമത്തെ പാഠമാണ് പരീക്ഷണങ്ങളെ കുറിച്ചുള്ള വിഷയത്തിലുള്ള ഒന്നാമത്തെ പാഠമാണ്. ഒരു പ്രയാസത്തിൻ്റെ പേരിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ പേരിൽ അതേവരെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ വിലയറിയുക. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ വിലയറിയുക. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഈ കണ്ണ്, ആ കണ്ണിൻ്റെ വില നമ്മൾ കാഴ്ചയുള്ളത് കൊണ്ട് നമ്മളത് തിരിച്ചറിയുന്നില്ല. പക്ഷെ ആ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അന്ധകാരമാണ്. പിന്നീടാണ് നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ വിലയറിയുക. ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ വിലയറിയുന്നത്, യുവത്വമെന്ന ആരോഗ്യമെന്ന അനുഗ്രഹത്തിൻ്റെ വിലയറിയുന്നത് വാർദ്ധക്യത്തിലോട്ട് കടന്നു പോകുമ്പോഴാണ്. ജീവിതത്തിൽ ധാരാളം ലക്ഷ്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യൻ, വളരെയേറെ ഉയർന്ന ലക്ഷ്യങ്ങളുമായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, വളരെയേറെ ഉയർന്ന ലക്ഷ്യങ്ങളാണ് അവൻ്റെ മുന്നിലുള്ളത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. പിന്നീട് അതേവരെയുള്ള അവൻ്റെ ലക്ഷ്യങ്ങളെല്ലാം മാറുകയാണ്. പിന്നീട് അവൻ്റെ ഒരേ ഒരു ലക്ഷ്യം അവൻ്റെ കാഴ്ച എങ്ങനെയെങ്കിലും തിരിച്ചു ലഭിക്കുക എന്നുള്ളതാണ്. അതേവരെയുള്ളവൻ്റെ ലക്ഷ്യങ്ങളെല്ലാം മാറുന്നു. കാഴ്ച എന്ന ഒരേ ഒരു ലക്ഷ്യത്തിൽ പിന്നീടുള്ളവൻ്റെ ബാക്കി ജീവിതം. അതേവരെ കാഴ്ചയുള്ള സമയത്ത് ആ കാഴ്ച എന്ന കണ്ണിൻ്റെ അനുഗ്രഹത്തെ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. അഥവാ പരീക്ഷണങ്ങൾ കിടന്നു വരുമ്പോഴാണ് അത്രയും നാൾ നമ്മൾ അനുഭവിച്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയുക. എത്രയോ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുള്ളത്.
അല്ലാഹു പറയുകയാണ് വ ഇൻ തഉദ്ദൂ നിഅമതല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു പറയുകയാണ് വ ഇൻ തഉദ്ദൂ നിഅമതല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലാ തുഹ്സുഹാ, ഒരിക്കലും നിങ്ങൾക്കതിന് സാധിക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു പറയുകയാണ് അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ മനുഷ്യ നിനക്ക് സാധിക്കില്ല. എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മൾ അറിഞ്ഞത് അറിയാത്തത്, നമ്മൾ നേരിട്ടതിൻ്റെ സൗകര്യം അനുഭവിക്കുന്നത്, നേരിട്ടല്ലാതെ അനുഭവിക്കുന്നത്, ഇങ്ങനെ എത്രയെത്രയോ അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്ന ഒരു പരീക്ഷണം കടന്നു വരുമ്പോഴാണ് അനുഗ്രഹത്തിന്റെ വില നമ്മൾ അറിയുക. അതല്ലേ പറയുന്നത്, മനുഷ്യ നിന്റെ ആരോഗ്യത്തിന്റെ വില നിനക്കറിയണമെങ്കിൽ, നിന്റെ ശരീരത്തിന്റെ ആഫിയത്തിന്റെ വില നിനക്കറിയണമെങ്കിൽ ആശുപത്രികൾ നിങ്ങൾ സന്ദർശിക്കണേ. ആ സമയത്തൊരോ രോഗങ്ങളുമായി, മാരകമായ രോഗങ്ങൾ അനുഭവിച്ച ജീവിതത്തിന്റെ പ്രതീക്ഷയേറ്റുപോയ എത്രയോ ജന്മങ്ങൾ ആശുപത്രി വരാന്തകളിൽ നിനക്ക് കാണാൻ കഴിയും. ആ സമയത്താണ് ഈ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ വില നിനക്കറിയാൻ കഴിയുക. അതുകൊണ്ട് പരീക്ഷണങ്ങൾ കിടന്നു വരുമ്പോ ആ സമയത്ത് അതേവരെയുള്ള അനുഗ്രഹത്തിന്റെ വില നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവണം. അള്ളാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യണമല്ലോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദാ ദുആ ചെയ്തിരുന്നൊരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, എത്രയെത്രയോ അനുഗ്രഹങ്ങൾ നീ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നതുമല്ലാത്തതുമായ എത്രയെത്രയോ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അല്ലാഹ് മിൻ സവാലി നിഅമതിക, ആ അനുഗ്രഹങ്ങളെ നീ തിരിച്ചെടുക്കരുത് എന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി നിങ്ങൾ സദാ ദുആ ചെയ്യണമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അനുഗ്രഹങ്ങളുടെ വിലയറിയണമെങ്കിൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരണം. പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴാണ് നല്ല രീതിയിൽ കച്ചവടം മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിൽ ഓരോ ദിവസങ്ങളും ലാഭങ്ങൾ കടന്നു വരികയാണ്. പതിയെ പതിയെ അള്ളാഹുവിനെ മറക്കുകയാണ്. ആ കച്ചവടത്തിനൊരു തടസ്സം വരുമ്പോഴാണ്, ആ കച്ചവടത്തിന് സുഗമമായ നടത്തിപ്പിനൊരു തടസ്സം വരുമ്പോൾ, ഇത്രയും നാൾ നല്ല ആരോഗ്യകരമായ രീതിയിൽ നല്ല ലാഭകരമായ കച്ചവടം മുന്നോട്ട് പോയി, ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം കടന്നു വരുമ്പോൾ പലരുടെയും കച്ചവടങ്ങൾ നഷ്ടത്തിലാവുകയാണ്. അതേവരെയുള്ള റെസ്റ്റോറൻറ്റുകളുടെ ലാഭകരമായ കച്ചവടം കൂപ്പുകുത്തി വീഴുകയാണ്. ആ സന്ദർഭത്തിലാണ് അതേവരെയുള്ള ആ കച്ചവടത്തിലുള്ള അള്ളാഹുവിൻ്റെ ഐശ്വര്യമെന്ന ബറക്കത്തെന്ന ആ അനുഗ്രഹത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയുന്നതിന് അതിനൊരു തടസ്സം നേരിടുമ്പോഴാണ്, പരീക്ഷണം കടന്നു വരുമ്പോഴാണ്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, ചില ആളുകളുടെ പരീക്ഷണം മറ്റു ചിലർക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരമാണ്. മനുഷ്യരിൽ ചില വിഭാഗത്തിനു പരീക്ഷണം, ചില ആളുകൾക്ക് പരീക്ഷണം കടന്നു വരുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള, നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ്. ഒരു നാട്ടിൽ പട്ടിണി പാവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പണക്കാർക്ക് അവരെ സഹായിക്കാൻ, നന്മ ചെയ്യാൻ, അവർക്ക് ഉപകാരം ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. എല്ലാവരും പണമുള്ളവരാണ്,
എല്ലാവരും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടവരാണ്. പിന്നീട് ആ നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ആ സമയത്ത് നന്മകൾ ചെയ്യാനുള്ള അവസരം കടന്നു വരും. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാണ്, ലഅല്ലഹും യതളറഊൻ. അല്ലാഹു എന്തിനാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകുന്നത്? എന്തിനാ? അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഅല്ലഹും യതളറഊൻ. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളൊരവസരമാണത്. പരീക്ഷണങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള അല്ലാഹുവിൻ്റെ ഒരു ഉണർത്തലാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണം കടന്നു വരികയാണ്. ഒരു രോഗമാണ്, ഒരു പ്രയാസമാണ്, ഒരു ബുദ്ധിമുട്ട്, പരീക്ഷണം കടന്നു വരുന്നു. പക്ഷേ ആ പരീക്ഷണത്തിലൂടെ നിനക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിഞ്ഞാൽ ആ പരീക്ഷണം നിനക്ക് മുസീബത്തല്ല, അത് നിനക്കൊരു ദുരന്തമല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ ഏറ്റവും മഹത്വപൂർണമായ റഹ്മത്താണ് എന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഇവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഒരു പ്രയാസം വരികയാണ്, ഒരു രോഗം വരികയാണ്. ആ സമയത്ത് വളരെയേറെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, മാരകമായ രോഗമാണ്. പക്ഷേ അതിലൂടെ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് അടുക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമില്ല, അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമില്ല. ആ രോഗമാ, പ്രയാസമാ, ദുരന്തം അവനക്ക് റഹ്മത്താണ്. അതാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. എന്തിനാണ് മുൻകാല സമുദായങ്ങളിലേക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ അയച്ചത്? അല്ലാഹു അവരെ പ്രയാസപ്പെടുത്തിയത് എന്തിനെന്നറിയുമോ? ലഅല്ലഹും യതളറഊൻ. അവരല്ലാഹുവിലേക്ക് അടുക്കുവാനാണ്, അവരല്ലാഹുവിലേക്ക് അടുക്കുവാനാണ്. ഹറാമുകളുടെ ജീവിതങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ, കള്ളും കഞ്ചാവും വിചാരങ്ങളും മോശത്തരങ്ങളുമായി അക്രമവും അധാർമികതയുമായി മുന്നോട്ട് പോകുമ്പോ, ആ സമയത്ത് പടച്ചവരിലേക്ക് മടങ്ങാനുള്ള ഒരു ഉണർത്തലായി അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ് അവന്, അല്ലാഹുവിലേക്ക് എടുക്കുകയാണ്. ഒരു കുടുംബത്തിലതാ ഒരു മരണം കടന്നു വരുമ്പോ, വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ മരണം സംഭവിക്കുമ്പോ, അതാ മരണത്തിന് ശേഷം ആ വീട്ടിലൊരു ദീനിയായ അന്തരീക്ഷം രൂപപ്പെടുകയാണ്. മക്കളെല്ലാം പള്ളിയുമായി ബന്ധമുള്ളവരായി മാറുകയാണ്, നമസ്കാരം കൃത്യമായി മുറുകെ പിടിക്കുന്നവരായി മാറുകയാണ്, ഹറാമുകളോട് വിട പറയുകയാണ്, ദീനിന്റെ നിയമങ്ങൾ അവർ പാലിക്കുകയാണ്. മക്കൾക്ക് മാരകമായ രോഗം വരുമ്പോ, ക്യാൻസറാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ജീവിതത്തിൽ ഒരു ദീനിന്റെ നിയമങ്ങൾ അവരുടെ ജീവിതത്തിലോട്ട് കടന്നു വരികയാണ്. അല്ലാഹുമായിട്ടെടുക്കാനുള്ളൊരവസരം കടന്നു വരികയാണ്. അതുകൊണ്ട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോ എന്തിനാണ് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്? ലഅല്ലഹും യതളറഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങുവാൻ, പടച്ചവനിലേക്ക് മടങ്ങുവാൻ, ഹറാമുകളോട് വിട പറയുവാൻ, മോശത്തരങ്ങളോട് വിട പറയുവാൻ, പടച്ചവനിലേക്ക് അടുക്കുവാൻ അല്ലാഹു നൽകുന്ന അവസരങ്ങളാണ് പരീക്ഷണങ്ങളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നത് ലഅല്ലഹും യതളറഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങുവാനുള്ള അവസരമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഞ്ചാമതായി അല്ലാഹുവിൻ്റെ അടുക്കൽ പരീക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ പദവികൾ ഉയർത്തപ്പെടും, അവനക്കുള്ള പ്രതിഫലങ്ങൾ വർദ്ധിക്കപ്പെടും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്, ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്തലാഹും, അല്ലാഹു അവനെ പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി
പരീക്ഷണത്തിൻ്റെ കാഠിന്യം കൂടുന്തോറും അല്ലാഹുവിൻ്റെ മുമ്പിൽ, പടച്ചവൻ്റെ മുമ്പിലുള്ളവൻ്റെ പദവിയും ഉയരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ദുനിയാവിൽ തന്നെ ഓരോ പരീക്ഷകൾ, SSLC പാസ്സായ ഒരു വ്യക്തിയുടെ പദവി പോലെയല്ല IAS പരീക്ഷയിൽ പാസ്സായ ഒരു വ്യക്തി. കാരണം SSLCയേക്കാൾ കൂടുതൽ കടുപ്പമാണ്, കാഠിന്യമാണ്. ആ പരീക്ഷയിൽ വിജയിച്ചാൽ അവനക്ക് ലഭിക്കുന്ന പദവികളും വലുതാണ്. എന്നതുപോലെ ജീവിതത്തിൽ കാഠിന്യമേറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കാഠിന്യതയനുസരിച്ച് അല്ലാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ പദവികൾ ഉയരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് ഉദാഹരണമായി പറഞ്ഞു തരികയാണ്. സ്വഹാബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു അവനെ പരീക്ഷിക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് പരിശുദ്ധമായ ദീൻ സ്വീകരിക്കാൻ, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിന്റെ കരങ്ങൾ പിടിച്ച് ബൈഅത്ത് ചെയ്യാൻ കടന്നു വരുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, നിങ്ങൾ എൻ്റെ വിശ്വാസധാരയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചവരാരെന്നറിയുമോ? അവർ അമ്പിയാക്കളാണ്, അവർ അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരിൽ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് ഞാനാണ് സ്വഹാബ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിൻ്റെ പ്രവാചകനാരാ? അഷ്റഫുൽ ഖൽഖാണ്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരൻ പ്രവാചകനാണ്. മഖാമു മഹ്മൂദിന്റെ ഉടമയാണ് പ്രവാചകൻ. അല്ലാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും പദവികളുള്ള ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. പക്ഷേ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങൾ പ്രവാചകൻ അനുഭവിച്ചു. അല്ലാഹുവിൻ്റെ റസൂലിന്റെ മാതാപിതാക്കളെ ജനിക്കുന്നതിന് മുമ്പ് പിതാവിനെ നഷ്ടപ്പെടുകയാണ്. ശൈശവം മാറുന്നതിന് മുമ്പ് മാതാവിനെ നഷ്ടപ്പെടുകയാണ്. വളരെയേറെ പ്രയാസങ്ങൾ വരികയാണ്. സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. പൊന്നുമക്കൾ മരണപ്പെടുകയാണ്. ഭാര്യമാരെ നഷ്ടപ്പെടുകയാണ്. എത്രയോ പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അനുഭവിക്കുകയോ. ആ പ്രയാസങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ, ആ പരീക്ഷണങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പദവികളിലോട്ട് പ്രവാചകനെ ഉയർത്തുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രവാചകനാണ്. ഉല്ലസ്മിൽപ്പെട്ട പ്രവാചകനാണ്. സെമിറ്റിക് മതങ്ങളെല്ലാം ഒരേപോലെ ആദരിക്കുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പദവിയിലോട്ട് ഉയരാനുള്ള കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പരീക്ഷണങ്ങളും ഓരോ പ്രതിസന്ധികളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകുമ്പോൾ ആ പരീക്ഷണങ്ങളെല്ലാം അതിജീവിക്കുകയാണ്. വർഷങ്ങളോളം കാത്തിരുന്ന് ലഭിക്കുന്ന തന്റെ പിഞ്ചോമന പൈതൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബിയെ അതാ അല്ലാഹു അറുക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പന നൽകുമ്പോൾ അതിന് തയ്യാറാവുകയാണ്. പരീക്ഷണത്തിൽ വിജയിക്കുകയാണ്. ഓരോ പരീക്ഷണങ്ങളും അല്ലാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കുമ്പോൾ ഉന്നതമായ പദവികളിലോട്ട് ഉയരുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു അവനെ പരീക്ഷിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടയാളം അല്ലാഹു അവനെ പരീക്ഷിക്കുമെന്നാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ.
ആ പരീക്ഷണം അവനക്ക് വിജയിക്കാൻ കഴിയുന്നതുമായിരിക്കും. ഒരു മനുഷ്യൻ അല്ലാഹു പ്രയാസം പരീക്ഷണം നൽകുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണം അവനക്ക് വിജയിക്കാൻ, അതിജീവിക്കാൻ കഴിയും. അങ്ങനെ കഴിയുന്ന പ്രയാസവും പരീക്ഷണവും മാത്രമേ അല്ലാഹു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നൽകുകയുള്ളൂ. ആ പരീക്ഷണത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ പദവി ഉയർത്തപ്പെടുകയാണ്. അല്ലാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ പ്രതിഫലങ്ങൾ വർദ്ധിക്കപ്പെടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞുവല്ലോ, നാളെ പടച്ചവൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ, ജീവിതത്തിൽ ഇഹലോക ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ ആ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ ദുനിയാവിൽ സുഖകരമായ ജീവിതം നയിച്ചവർ ആശിച്ചു പോകും, അല്ലാഹുവേ ദുനിയാവിലേക്കൊന്ന് മടക്കുകയും, വല്ലാത്ത പ്രയാസങ്ങൾ എത്രത്തോളമെന്നാൽ കത്രികകൾ കൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ മാംസങ്ങൾ വെട്ടിമുറിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുമായിരുന്നല്ലോ എന്ന് ജീവിതത്തിൽ പരീക്ഷണങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ സാധാരണ അത് അനുഭവിക്കേണ്ടി വരാത്തവർ ആഗ്രഹിച്ചു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷണങ്ങൾ എപ്പോഴും ആപേക്ഷികമാണ്. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ ചില കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്കതിനോട് വെറുപ്പാണ്, അതൊരു പ്രയാസമായി നിങ്ങൾ കാണുന്നു. പക്ഷേ വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് നന്മയാണെന്ന് അല്ലാഹുവിനറിയാം. അത് നിങ്ങൾക്ക് നന്മയാണ് എന്ന് അല്ലാഹുവിനറിയാം. പക്ഷേ നമ്മുടെ പരിമിതമായ ഇൽമിൻ്റെ അറിവിൻ്റെ പേരിൽ അതിൻ്റെ നന്മയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസം നമ്മുടെ മുമ്പിൽ ഒരു തിന്മയാണ്, ഒരു ദുരന്തമാണ്. പക്ഷേ അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു നന്മയായിരിക്കാം. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധമുഖത്ത് നിന്ന് പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ ഒരു മാതാവ് തൻ്റെ പിഞ്ചോമന പൈതലിനെ കാണാതെ നെട്ടോട്ടമോടുകയാണ്, വളരെയേറെ പ്രയാസപ്പെടുകയാണ്, നിലവിളിച്ചുകൊണ്ട് മാറത്തടിച്ചോടുകയാണ്. അവസാനം ഇതെല്ലാം സഹാബത്തും പ്രവാചകനും കാണുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞു, തൻ്റെ മകനെ തിരിച്ചു കിട്ടി. വളരെയേറെ സ്നേഹത്തോടെ, സ്നേഹവായ്പോടുകൂടി ആ ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട മകനെ ചേർത്ത് പിടിക്കുകയാണ്, മാറോടണക്കുകയാണ്, തുരുതുരാ ചുംബനങ്ങൾ നൽകുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, ആ ഉമ്മയ്ക്ക് തൻ്റെ മകനോടുള്ള സ്നേഹം നിങ്ങൾ കണ്ടുവോ? ആ മാതാവ് തൻ്റെ മകനെ തീരെറിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ. ഉപദ്രവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല നബിയെ. എന്നാൽ ഇതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് എത്രയോ സ്നേഹമുള്ളവനാണ്. പിന്നെ എങ്ങനെയാണ് അല്ലാഹു മനുഷ്യനൊരു മോശം വരുന്നത് ചെയ്യുക? ഒരിക്കലും അല്ലാഹു മനുഷ്യനൊരു പ്രയാസം വരുന്നത്, ഒരു തിന്മ വരുന്നത് ചെയ്യില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുമക്കൾക്ക്, ചെറിയ കുട്ടികൾക്ക് നമ്മൾ വാക്സിനേഷൻ നൽകാറുണ്ട്. ആ ചെറിയ കുട്ടികളെയും വാക്സിനേഷന് വേണ്ടി ആശുപത്രികളിലേക്ക്, നേഴ്സുമാരുടെ അടുക്കലേക്ക് മാതാപിതാക്കൾ ആ മക്കളെയും കൊണ്ടുപോകുന്നു. അവരുടെ മാതാപിതാക്കളുടെ കയ്യിലിരിക്കുമ്പോൾ നല്ല കൂർത്ത സൂചി കൊണ്ട് നേഴ്സ് ആ മകൻ്റെ ശരീരത്തിൽ കുത്തിവെക്കുകയാണ്. പക്ഷേ അത്ര വളരെയേറെ പ്രയാസം, വളരെയേറെ വേദന ആ കുഞ്ഞനുഭവിക്കുന്നു. പക്ഷേ മാതാപിതാക്കൾ പ്രതികരിക്കുന്നില്ല. ആ കുഞ്ഞിൻ്റെ അറിവ് പരിമിതമാണ്. ആ കുഞ്ഞ് വിചാരിക്കുന്നത്, ഇത്രമേൽ എൻ്റെ ശരീരം വേദനിക്കുമ്പോഴും എൻ്റെ മാതാപിതാക്കൾ അതിനോട് പ്രതികരിക്കുന്നില്ല, എന്നോട് സ്നേഹമില്ല എന്ന് ആ കുഞ്ഞിൻ്റെ പരിമിതമായ അറിവിൻ്റെ പേരിൽ വിചാരിച്ചു പോകുകയാണ്. എന്നാൽ മാതാപിതാക്കൾക്കറിയാം, ഈ ഒരു വാക്സിൻ്റെ പേരിൽ പ്രതിരോധ ശക്തി വർദ്ധിക്കുകയാണ്, വർഷങ്ങളോളമുള്ള രോഗങ്ങളെ, പ്രയാസങ്ങളെ തടയുകയാണ് എന്ന് അവരുടെ വിശാലമായ അറിവിൻ്റെ പേരിൽ മാതാപിതാക്കൾക്കറിയാം. ആ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പ്രതികരിക്കാത്തത്. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അല്ലാഹു നമുക്കൊരു പരീക്ഷണം തരുമ്പോൾ നമ്മുടെ പരിമിതമായ അറിവിൻ്റെ പേരിൽ അതിലുള്ള നന്മയെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന്